നമസ്കാരം. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുന്നു. രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന സീറ്റിൽ സോണിയെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. നിലവിൽ സോണിയയുടെ മണ്ഡലമായ യുപിയിലെ റായ്ബറയിൽ നിന്ന് മകളും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയുടെ ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്. 2006 മുതൽ സോണിയയാണ് ലോക്സഭയിലേക്ക് റായ്ബറയെ പ്രതിനിധീകരിക്കുന്നത്. ആരോഗ്യ പ്രശ്നമുള്ള സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ 77-കാരിയായ സോണിയ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് റിപ്പോർട്ട്. 2019 കോൺഗ്രസിന്റെ പ്രകടനം ദയനീയമായി പരാജയപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റിട്ടും റായ്ബറയിൽ നിലനിർത്താൻ സോണിയയ്ക്ക് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിറങ്ങുന്ന പ്രിയങ്കയെ സംബന്ധിച്ചു റായ്ബറേലി ഒരു സുരക്ഷിത മണ്ഡലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. 1950 മുതൽ കോൺഗ്രസിന്റെ കോട്ടയായ ഈ സീറ്റ് ആദ്യം പ്രതിദാനം ചെയ്തത് പ്രിയങ്കയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയാണ്. 2019 ജനുവരിയിൽ ഔപചാരികമായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രിയങ്ക ആ വർഷം വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം പിന്മാറി. അന്ന് പാർട്ടിയെ നയിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാനുള്ള ദൗത്യം പ്രിയങ്കയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP നേടിയ തകർപ്പൻ വിജയം ആ ശ്രമം തകർത്തു.